ചിലർക്കൊരു തെറ്റിദ്ധാരണ സാത്വികം മാത്രമാണ് ഭഗവാൻ എന്നാണ്. സത്വം മാത്രമേ പാടുള്ളൂ, സത്വം മാത്രമാണ് ഈശ്വരൻ എന്നൊക്കെ ഒരു ധാരണ ചിലർക്കൊക്കെ ഉണ്ട്. അത് തെറ്റാണ്. സാത്വികവും രാജസികവും താമസികവുമായ എല്ലാ ഭാവങ്ങളും എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ്. എല്ലാം വേണമല്ലോ. ഓരോരോ പ്രകൃതം വരുമ്പോൾ ഇനിയിപ്പോൾ ഇതിന് നേരെ ഭിന്നമായിട്ടുള്ളത് ഇനി പറയില്ലേ 9-ാം അധ്യായത്തിൽ. അപ്പം നമ്മൾ ശാസ്ത്ര ചർച്ചയിൽ ഒരു തലത്തിൽ പറയുമ്പോൾ ആ തലത്തിൽ വേണം മനസ്സിലാക്കുക, മറ്റൊരു തലത്തിലല്ല. അപ്പം ഇവിടെ എല്ലാ ഭാവങ്ങളും ഈശ്വരീയമാണ്, എല്ലാ ഭാവങ്ങളും. അതുകൊണ്ട് വിശേഷമായിട്ട് പറഞ്ഞു സാത്വികങ്ങളായ ഭാവങ്ങളും രാജസങ്ങളായ ഭാവങ്ങളും താമസങ്ങളായ ഭാവങ്ങളും മത്തഹ ഏവ ഇതി എന്നിൽ നിന്ന് തന്നെയാണ് എന്ന് താൻ അവയെ വിദ്ധി നീ മനസ്സിലാക്കൂ. ഇതോടുകൂടി ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് സത്വം ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്നവർ സത്വം മാത്രമാണ് ഈശ്വരീയെന്ന് കരുതരുത്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാട്.